ഞങ്ങളെല്ലാവരും പോയി ഒരു പടം കണ്ട് ആനിമൽ വന്നിട്ടുണ്ട് 1000 കോടി രൂപ എടുത്തിന് വന്നിട്ടുണ്ട്. അതിലെല്ലാം അഭിനയിച്ചില്ലല്ലോ, അത് ചുമ്മാ ഒരു ജെട്ടി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അഭിനയിച്ചതാണ്. പക്ഷേ ബഡ്ജറ്റിൻ്റെ കാര്യമാണ് ഭയങ്കര വീക്കായിട്ട് തോന്നി. അത്രയും ബഡ്ജറ്റിനുള്ള പടമില്ല. പക്ഷേ പക്ഷേ മലയാള പടം കാണാൻ വന്നതാണ് കേരളയിൽ. ഇന്ന് ഇവർ പറഞ്ഞു ഇന്ന് മലയാള പടം കാണിക്കുന്നില്ല എന്ന്. അതൊരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. മാസെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇമോഷൻസ് അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫാണ് നല്ല ലാഗാക്കിയത്. പക്ഷേ മൊത്തത്തിൽ നല്ല സിനിമയാണ്. ആക്ടിംഗ് ബേസ് എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റിൻ്റെ കാര്യമാണ് ഭയങ്കര വീക്കായിട്ട് തോന്നി. അത്രയും ബഡ്ജറ്റിനുള്ള പടമില്ല. പക്ഷേ ക്യാരക്ടറെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനൊക്കെ ഉണ്ട്. അഭിനയം നല്ലതാണ്, നല്ല പടം. പിന്നെ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫ് നല്ല വീക്കാണ്. ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇല്ലാന്ന് വേറെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് VFX 3D നല്ല വിഷ്വലുള്ള പടമാണ്. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ഹാഫിനുള്ളതൊന്നുമില്ല. അതുപോലെ ക്യാമിറ റോള് നൈസാണ്. അടിപൊളി സൂപ്പർ പടം, അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, സൂപ്പർ. കുഴപ്പമില്ല ബ്രോ. വെയിറ്റിംഗ് ഫോർ പാർട്ട് അത്രേ ഉള്ളൂ. ഇല്ല, അപ്പോൾ പക്ഷേ സൂര്യക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ. ഞാനിവിടെ 34 ബാനേഴ്സ് എണ്ണി വെച്ചിട്ടുണ്ട് കേരള സൂര്യ ഫാൻസ് അസോസിയേഷൻ്റെ. പക്ഷേ ഞാൻ മലയാള പടം കാണാൻ വന്നതാണ്. ഞാൻ ഈ മുഴുവൻ പിന്നെ വേറൊരു പടം അന്വേഷിപ്പും കണ്ടെത്തി. അപ്പോൾ ഞാനിവിടെ 4000 ദൂരത്തിന് വന്നതാണ് മലയാള പടം കാണാനായിട്ട്. അവർ പറയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു മലയാള പടം കാണിക്കില്ല എന്ന് പറയാണ്. വെറും ഇത് മാത്രം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പടത്തിനെ പറ്റി കഥ സ്ട്രോങ് അല്ല. കഥ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ തിരക്കഥ സ്ട്രോങ് ആവില്ല. അത് വെറും സീൻ ബൈ സീനാണ് പടം എടുത്തിരിക്കുന്നത്. ആക്ടിങ് അറിയാത്ത 2 പേരെ ബോളിവുഡിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് എനിക്കറിയില്ല, പട്ടാണിയോ ഇങ്ങനെ ബോബി ഡിയോളോ, അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് ചുമ്മാ പാൻ ഇന്ത്യ ഫിലിം കാണിക്കാനായിട്ട് അവരെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇയാളുടെ എന്താണ് ബോബി ഡിയോളോ ഈ വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും പോയി ഒരു പടം കണ്ട് ആനിമൽ വന്നിട്ടുണ്ട് 1000 കോടി രൂപ എടുത്തിന് വന്നിട്ടുണ്ട്. അതിലെല്ലാം അഭിനയിച്ചില്ലല്ലോ, അത് ചുമ്മാ ഒരു ജെട്ടി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അഭിനയിച്ചതാണ്. ഇതിൽ വേറൊരു നടിയുണ്ട്, പേരെനിക്കറിയില്ല, പട്ടാണി എന്തോ. അവൾ ബ്രാൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അഭിനയിച്ചിരിക്കുക. അവർ ചുമ്മാ കൊണ്ടുവന്ന് ഇത് സത്യത്തിൽ പറഞ്ഞാൽ ആകെ കൂടി ഇന്ത്യയിൽ ഒരേ ഒരു പാൻ ഇന്ത്യ ആക്ടറുള്ളൂ, അത് ദുൽഖർ സൽമാനാണ്. വേറെ ആരുമില്ല. അല്ല, പക്ഷേ കഥയില്ല. വെറും ഈ ദേവാര, ഈ വിക്രമിൻ്റെ വേറൊരു പടം റീസെൻ്റ്ലി അതിൻ്റെ സ്റ്റൈലിലാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഇതൊക്കെ എടുക്കണമെങ്കിൽ സ്ട്രോങ് സ്റ്റോറി ലൈൻ വേണം. ഇത് സ്ട്രോങ് സ്റ്റോറി ലൈൻ ഇല്ല. മൂവി വാസ് ജസ്റ്റ് ഓക്കെ. CGI ഒക്കെ കുഴപ്പമില്ല. ഡൈ ഹാർഡ് സൂര്യ ഫാൻ ആണെങ്കിൽ ഓക്കെ ടു വാച്ച് വൺസ്, ജസ്റ്റ് വൺസ് വാച്ച്. ഇറ്റ്സ് എ ബിറ്റ് ടു ലോങ്. പക്ഷേ അത്ര ഇതില്ല, ഓക്കെ ആണ്, അത്രേ ഉള്ളൂ. സൂര്യ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടാണ്. സിനിമയായിരുന്നു, സൂര്യക്ക് വേണ്ടി കാണാം. കൊള്ളാം. സൂര്യ കൊള്ളാം. സൂര്യ നല്ലതാ, കൊള്ളായിരുന്നു. സൂര്യ സൂപ്പർ പൊളി. ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു, അടിപൊളി, നല്ലതായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിരുന്നു. പിന്നെ ഫസ്റ്റ് കാണിച്ചതുപോലെ അങ്ങോട്ട് ഇല്ല, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയണത്. ഇഷ്ടപ്പെട്ടു, കൊള്ളാം, സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. പൊളിപ്പടം, സൂപ്പർ, അടിപൊളി, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. സൂര്യയുടെ വരവെന്ന് വേണമെങ്കിൽ പറയാം, അടിപൊളി, ഒരു രക്ഷയില്ല.